അള്ളാഹു ഈ ലോകത്തെ സൃഷ്ടിച്ച സമയത്ത് തന്നെ, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒരു നടപടിക്രമമാണ് അവൻ്റെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നത്. ഈ പരീക്ഷണങ്ങളൊന്നും തന്നെ മനുഷ്യനെ തളർത്താനോ തകർക്കാനോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾക്കെല്ലാം പിന്നിൽ ചില ഹിക്മത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്, വലനബ്ലു അന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി എന്ന് തുടങ്ങുന്ന ആയത്ത്. അതായത് വിശപ്പ് കൊണ്ടും ഭയം കൊണ്ടും ആൾനഷ്ടം, സമ്പത്തിലും വിഭവങ്ങളിലുമുള്ള നഷ്ടം തുടങ്ങി പലതുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം രംഗങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നതാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ വഴി അള്ളാഹു എന്തെല്ലാം രൂപത്തിലുള്ള ഹിക്മത്തുകളാണ്, എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ലക്ഷ്യം വെച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ, തിരുസുന്നത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, നമ്മുടെ പാപങ്ങൾ പലതും പൊറുക്കപ്പെടാൻ നമ്മുടെ പരീക്ഷണങ്ങൾ കാരണമാകുന്നു എന്നതാണ്. ഒരു മുസ്ലിമിനെ അവന് ബാധിക്കുന്ന ക്ഷീണമാവട്ടെ, അവൻ്റെ രോഗങ്ങളാവട്ടെ, അവൻ്റെ ദുഃഖങ്ങളും വ്യസനങ്ങളുമാവട്ടെ, അവൻ്റെ ഹൃദയത്തിന് അനുഭവപ്പെടുന്ന കുടുസതയാവട്ടെ, അതേപോലെയുള്ള എല്ലാം, എന്തിനധികം ഒരു കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല കഫറൽ ഹൂമിൻ ഖതായ, അവൻ്റെ പാപങ്ങളിൽ നിന്ന് പൊറുക്കൽ നേടിക്കൊടുത്തിട്ടല്ലാതെ ഉണ്ടാവുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഉമ്മു സായിം എന്ന ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചപ്പോൾ അവർ പനിച്ച് വിറയ്ക്കുകയായിരുന്നു. ആ പനിയെ അവർ കുറ്റപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ലാ തസുബുൽ ഹുമ്മ, ഈ പനിയെ നീ കുറ്റപ്പെടുത്താൻ, ചീത്ത പറയാൻ പാടില്ല. കാരണം ഒരു ഇരുമ്പ് എങ്ങനെയാണോ ലോഹപ്പണിക്കാരൻ്റെ അടുപ്പിൽ വെച്ചുകൊണ്ട് ശുദ്ധിയാകുന്നത്, അതേപോലെ നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ളതാണ് പനി എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പലപ്പോഴും പനി വരാൻ എന്തെങ്കിലും രോഗം വരികയാണെങ്കിൽ അത് പനിയാവട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നു. കാരണം പനി ശരീരം മുഴുവൻ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തുള്ള പാപങ്ങളും അതോടെ കഴുകി വൃത്തിയാകുന്നു എന്നതാണ്. അതോടൊപ്പം നമ്മുടെ പദവികൾ സ്വർഗത്തിൽ ഉയർത്തപ്പെടാൻ ഈ പരീക്ഷണങ്ങൾ കാരണമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ കഴിയും. നമ്മുടെ പദവികൾ ഉയർത്തി നരകത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം നമുക്ക് നേടിത്തരികയും സ്വർഗത്തിൽ ഉന്നതമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യാൻ പരീക്ഷണങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അതേപോലെ മനുഷ്യർക്ക്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മറന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു വിളിയാളമായിക്കൊണ്ട്, ഒരു ഓർമ്മപ്പെടുത്തലായി ഈ പരീക്ഷണങ്ങൾ മാറിയേക്കാം. ഈ രൂപത്തിലെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് ആ പരീക്ഷണങ്ങളെ കൃത്യമായി നേരിടുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.